ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി അപ്പം ചുട്ടാലോ? എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ കറിയൊന്നും വേണ്ടാത്ത ടേസ്റ്റി ആയിട്ടൊരപ്പം. ആഹാരം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫുഡും കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, നമുക്കിനി മുട്ട സെപ്പറേറ്റ് പുഴുങ്ങിയൊന്നും വേണ്ട കൊടുക്കാൻ. ഈ അപ്പം ചുടുന്നതിനകത്ത് ആ മുട്ട ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. മുട്ട പുഴുങ്ങിയ എഫക്റ്റും ആവും, അതുപോലെ അപ്പവും ആവും. അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി അതുപോലെ ആയി. കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ വെറൈറ്റി കണ്ടിട്ടെങ്കിലും അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അപ്പം അപ്പത്തിൻ്റെ മാവ് സാധാ നമ്മൾ ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുട്ട പൊട്ടിച്ച് ഈ ബുൾസി ഒഴിക്കുന്ന പോലെ ആക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പ് വിതറിയിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടയപ്പമൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല വെറൈറ്റി ക്രിസ്പി ആയിട്ടിരിക്കുകയാണേ. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കണക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ബട്ടർ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ബട്ടറിൻ്റെ സ്മെല്ലും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ലഞ്ച് ബോക്സിനകത്തൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ ഇത്. എന്ന് നമ്മൾ ഒരുപോലുള്ള അപ്പവും ദോശയൊക്കെ കൊടുത്തു വിട്ടാലും ഉണ്ടാക്കിയാലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. എന്നും ഇങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ ആയിട്ടുള്ള സിമ്പിൾ ട്രിക്കൊക്കെ ഉപയോഗിച്ച് അവർ പെട്ടെന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മുട്ട നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് മുട്ട ഇതിനായിട്ട് ബോയിലൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ മുട്ടയുടെ മഞ്ഞയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേ ഇന്നത്തെ എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും കമൻസിൽ പറയണം. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് അവരൊക്കെ ഹാപ്പി ആയിട്ടിരുന്നത് കഴിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുപോലെ എൻ്റെ കുഞ്ഞുവാവയ്ക്കും ഇഷ്ടമായി കേട്ടോ. അയാൾ നന്നായിട്ടത് കഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.